പത്തനംതിട്ടയിൽ 13 വയസ്സുകാരെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹപാഠികൾ പീഡിപ്പിച്ചത്. 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 6 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾ ഈ പറയുന്ന പീഡനത്തിനിരയായ 13 വയസ്സുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സഹപാഠിയായ വിദ്യാർത്ഥിനിയാണ്, പെൺകുട്ടിയാണ്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ജനിച്ച ഷിജോ, ഒരു വർഷത്തോളമായി തുടരുന്ന പീഡനം, ആ പീഡനത്തിന് ഒത്താശ ചെയ്യുന്നത്, ആ പീഡനത്തിൽ പങ്കുകൊള്ളുന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 13 വയസ്സുകാരെ ആൺകുട്ടികളാണെന്നുള്ളതും ഒപ്പം സഹപാഠിയായ ഒരു വിദ്യാർത്ഥിനി ഉണ്ടെന്നതും അങ്ങേയറ്റം നടുക്കുന്ന പേടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ വിദ്യാർത്ഥിനികളല്ലാതെ ആരൊക്കെയാണ് പ്രതികൾ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അത് പുറത്തറിയുന്നത്? സുഹൈല, ഇതിന് കഴിഞ്ഞ മെയ് മാസം ഈ പീഡനം നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കഴിഞ്ഞ മെയ്യിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന 13 വയസ്സുള്ള പെൺകുട്ടിയെ സഹപാഠികൾ ചേർന്ന് പലതവണ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സംഭവം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെ ഈ വിവരം ഈ കുട്ടി ചൈൽഡ് ലൈൻ അധികൃതരോട് പറയുകയായിരുന്നു. ആദ്യം തന്നെ ഈ പെൺകുട്ടി സ്കൂളിലെ ടീച്ചറിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് ചൈൽഡ് ലൈൻ അധികൃതർ കൂടി സ്കൂളിലേക്ക് വന്നപ്പോൾ കൗൺസിലിങ്ങിനിടെ ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഈ ചൈൽഡ് ലൈൻ അധികൃതരോട് തുറന്നു പറഞ്ഞിരുന്നു. തന്റെ സഹപാഠികൾ തന്നെ പലതവണ പല രീതിയിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂളിലെ പല സ്ഥലങ്ങളിൽ വെച്ച് കുട്ടിയെ പലതരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. സ്കൂളിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി സഹപാഠികൾ ഈ പെൺകുട്ടിയെ പലതരത്തിൽ പീഡിപ്പിച്ചു. പിന്നീട് ഈ പെൺകുട്ടിയുടെ സഹപാഠിയായിരുന്ന മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയും ഈ സഹപാഠികൾ കൂട്ടമായിട്ട് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 പേർക്കെതിരെയാണ് നിലവിൽ കൂടൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ 10 പേർക്കെതിരെ കേസെടുത്തതിനകത്ത് 2 FIR പോലീസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്കൂളിൽ വെച്ച് ഈ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ സ്കൂളിന്റെ സാഹചര്യങ്ങളും സമീപ പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു FIR. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ സഹപാഠികൾക്ക് കാഴ്ചവെച്ച് കൊടുത്ത ഈ സഹപാഠിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിലും ഈ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 FIR 2 സ്ഥലങ്ങളിലായതുകൊണ്ട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 FIR-ലും 10 പ്രതികൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ 10 പ്രതികളിൽ 6 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. അതായത് ഈ പെൺകുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെ 4 പേർ കസ്റ്റഡിയിലുണ്ട്. മറ്റ് പ്രായപൂർത്തിയായ 2 പേർ കൂടി, അങ്ങനെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 4 പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ബാക്കി 2 പേരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അവരെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകുമെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1.5 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഏതാണ്ട് 59 പേർ ചേർന്ന് പീഡിപ്പിച്ച ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. അതിൽ ഉൾപ്പെട്ട ഒരു പ്രതി കൂടി ഈ സംഭവത്തിന് പിന്നിലുമുണ്ട്. ആ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടൽ പോലീസ് കടന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്ത സഹപാഠിയായിട്ടുള്ള പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. പോലീസ് ഇതൊരു സെൻസിറ്റീവ് കേസായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല. എന്തായാലും അങ്ങേറ്റം ഭയപ്പെടുത്തുന്ന വാർത്തയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ 13 വയസ്സാണ്. ആ വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് സഹപാഠിയായ ഒരു 13-കാരെ പീഡിപ്പിച്ചത്. അതല്ലാതെ പ്രായപൂർത്തിയായ പ്രതികളും അതിലുണ്ട്. വലിയ വിശദമായ ആംഗിളിൽ പരിശോധിക്കപ്പെടേണ്ട, അന്വേഷിക്കേണ്ട കേസ് കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.